നമസ്കാരം. യുവമണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുഎഇയിൽ നിലവിൽ വ്യാജ ബ്രോക്കിംഗ് കമ്പനികൾ സജീവമാണെന്ന ഒരു മുന്നറിയിപ്പ് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് അതോറിറ്റി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്ന് യുവർമണിയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ബർജിൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് ഡയറക്ടറും ഫൗണ്ടറുമായ KV ഷംസുദ്ദീനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം സർ. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ഓഹരി വിപണിയിലെ ഒരു സ്റ്റാറ്റസിൽ നമുക്ക് തുടങ്ങാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ 1068 പോയിന്റ് താഴ്ന്ന് 82,225 ക്ലോസ് ചെയ്തിട്ടുള്ള അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇടിവാണ് ഇതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതെല്ലാം മാറ്റങ്ങൾ വരും. പല പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ AI സംബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം ഇന്ത്യൻ കമ്പനികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്ക് തന്നെയും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് മാർക്കറ്റെല്ലാം ഒരു പുനർജീവിതം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതേ സമയത്ത് മറ്റു പ്രധാന കാര്യം ഇവിടുത്തെ CMA ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി, മുമ്പ് ESCA എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ GCC കൺട്രീസിലെ എല്ലാ നാടുകളിലെയും ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി എന്ന പേരിലാണ് റെഗുലേറ്ററി അതോറിറ്റി അറിയപ്പെടുന്നത്. ഒരു സുപ്രധാനമായ അനൗൺസ്മെൻറ്റ് പ്രസ് വഴി നടത്തിയിരുന്നു. ഇവിടെ UAEയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കിംഗ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഫിനാൻഷ്യൽ സർവീസ് കമ്പനികൾ എത്രയുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് രജിസ്റ്റേർഡ് അല്ലാത്ത മറ്റേതോ നാടുകളിൽ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇരുന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങി അവസാനം നഷ്ടപ്പെട്ട നിരവധി കഥകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പലരും നേരിട്ട് വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, CMA പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലോ കമ്മോഡിറ്റിയിലോ അത്തരം മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ ബർജിൽ ജിയോജിത്തിനാണ് അങ്ങനെ സമീപിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളുടെ പേര് CMAയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതാണോ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടത് ഓരോ നിക്ഷേപകൻ്റെയും കടമയാണ്. ഇവിടെ പലപ്പോഴും ഇൻ്റർനാഷണൽ പേരുകൾ, ആ പേരുകളുടെ പേരിലാണ് പല സ്ഥാപനങ്ങളും നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സുവർണാവസരമാണ്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിദിനം ലാഭം കൊയ്യാം, നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാം എന്നെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ആ വാഗ്ദാനങ്ങളെല്ലാം കേട്ട് ജനങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ സ്ഥാപനത്തിനെ വിളിച്ചാൽ ഒരാളും ടെലിഫോൺ എടുക്കുന്നുണ്ടാവില്ല. ആ സ്ഥാപനത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ വളരെ പോഷായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഓഫീസെല്ലാം ആയിരിക്കും. പക്ഷേ അവിടെ ഒരു ഉത്തരം നൽകാൻ ആരും തന്നെയുണ്ട്. ഞങ്ങൾക്കറിയില്ല, അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, പൈസ തിരിച്ചു കിട്ടും എന്നൊക്കെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അശ്രദ്ധയോട് കൂടിയിട്ട് ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ സത്യമാണെന്ന മിഥ്യാധാരണയോടുകൂടി ഇറങ്ങിയവർക്കെല്ലാം നഷ്ടപ്പെട്ട കഥകളെ പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ വർഷവും റംസാൻ മാസമായി കഴിഞ്ഞാൽ ഫസ്റ്റ് ആഴ്ചയിൽ വരുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഒരു സുപ്രധാന കാര്യം ഓർമ്മപ്പെടുത്താറുണ്ട്. നമുക്കറിയാം, UAE ഒരു പുണ്യഭൂമിയാണ്.
ലോകത്തിലെവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷണവും മറ്റ് ഹസ്തവുമായിട്ട് ആദ്യം പറന്നെത്തുന്ന രാജ്യമാണ് UAE എന്ന് നമുക്കറിയാം. എന്നതുപോലെ തന്നെ ഈ ഒരു റംസാൻ മാസത്തിൽ നമുക്ക് കാണുന്നത് എല്ലാ ലേബർ ക്യാമ്പിലും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ട് ആരെങ്കിലും അനുഭവിക്കുന്നത് അവർക്കെല്ലാം തന്നെ സുഭിക്ഷമായിട്ട് ഭക്ഷണം എത്തിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അത് വളരെ ചെറിയ ശമ്പളം മേടിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവർ അതിന് വേണ്ടിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ നാട്ടിൽ തയ്യാറാവുന്നുണ്ട്. അതേസമയത്ത് ഇവിടുത്തെ വൻ കമ്പനികൾ എത്രയോ ലക്ഷങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ CSRൻ്റെ ഭാഗമായിട്ട് ചെലവ് ചെയ്യുന്നത്. മാത്രമല്ല എനിക്ക് കാണാൻ സാധിക്കും 10,000-കണക്കിന് വളണ്ടിയർമാരാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത്. എനിക്കറിയുന്ന പല സുഹൃത്തുക്കളും എത്രയോ വർഷങ്ങളായി അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് വ്രത അനുഷ്ഠാനം കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടാതെ ഇഫ്താർ നടത്താൻ അവസരം അവർക്ക് കിട്ടാറില്ല. കാരണം അവർ വളണ്ടിയർ സർവീസ് നടത്തുകയാണ്. വളണ്ടിയർ സർവീസും മറ്റ് ലേബർ ക്യാമ്പുകളിലും അതുപോലെ മസ്ജിദുകളിലും ചെയ്യുന്നവരാണ്. അങ്ങനെ ത്യാഗം ചെയ്യുന്ന 10,000-ങ്ങൾ ഈ നാട്ടിലുണ്ട്. അതിന് ഗവൺമെൻറ് എല്ലാവിധ സഹായവും അവർക്ക് ഓരോ ദിവസം അവർ വളണ്ടിയർ സർവീസ് ചെയ്യുന്നതിനുള്ള കൗണ്ടിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ പലർക്കും ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ള പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉപരിപഠനത്തിനും അതിനെല്ലാം വളരെ സഹായകമായിത്തീരുന്ന അത്തരം എത്ര പോയിൻ്റ് കിട്ടി എന്നുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്: ആ ഒരു സൽക്കർമ്മം ചെയ്തു എന്നുള്ള സംതൃപ്തി, രണ്ടാമത് മറ്റ് വളണ്ടിയർ പോയിൻ്റുകൾ കിട്ടി എന്നുള്ള സൗകര്യം, നേട്ടം, ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാനധർമ്മങ്ങൾ, അതിസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, നമ്മുടെ ശമ്പളം. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അനാഥ കുട്ടികളുടെ ക്ഷേമത്തിനായി ജെംസ് ഗ്രൂപ്പ് 10 കോടി ദിർഹം സംഭാവന ചെയ്തു എന്നുള്ളത്. ഇത്തരത്തിൽ വലിയ സംഭാവനകൾ വരുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ദാനധർമ്മങ്ങൾ ശരിയായ പാതയിൽ മാത്രം ചെയ്യുക എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടി അധികൃതർ നടത്തുന്നുണ്ട്. അതേസമയത്ത് ഇവിടെ 55 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള ധാരാളം സമ്പന്നരായിട്ടുള്ള ആളുകൾ നേരിട്ട് അറിയുന്നവരും അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങൾ അവർക്ക് ദൈവം വാരിക്കോരി കൊടുക്കുകയാണ്. അവരെത്രമാത്രം വളർന്ന് പന്തലിച്ചു വരുന്നു എന്നുള്ളത് നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും ധർമ്മം നിങ്ങളുടെ സമ്പത്തിനെ കുറയ്ക്കില്ല എന്ന് എപ്പോഴും പറയാറുള്ളതാണ്. തീർച്ചയായിട്ടും ധർമ്മം സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ പ്രത്യേകം പുണ്യമാസത്തിൽ, റംസാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ് കൽപ്പന. അതുകൊണ്ട് കൂടുതൽ ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ധാരാളം അങ്ങനെയുള്ള ആവശ്യക്കാരുണ്ട്. പലവിധ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളെയും നമ്മൾ ഓർക്കണം. നമ്മുടെ കഴിയുന്നത്ര സഹായങ്ങൾ അത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കണം. വൃദ്ധ സദനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ പലവിധ അസുഖങ്ങൾ ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ മാതാപിതാക്കൾ കൊല്ലുന്നു എന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ആ കുട്ടികളെ നോക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നത് അവരുടെ കാലശേഷം എൻ്റെ മക്കൾക്ക് ആരുണ്ടാവും, അവരെ നോക്കാൻ ആരും ഉണ്ടാവാത്തൊരവസ്ഥ വരില്ലേ എന്നുള്ള എന്തെന്നാ പറയുക, ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്ന
അവസ്ഥ പോലും കേരളത്തിലുണ്ട്. പക്ഷേ അതിനെല്ലാം പരിഹാരമെന്നോണം കേരളത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ തലപൊക്കി വരുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായം എത്തുന്നത് ഗൾഫ് നാടുകളിൽ നിന്നുള്ള മലയാളി പ്രവാസികളിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും നല്ല നിലയ്ക്ക് നടക്കുന്ന, വളരെ നല്ല ഉയർന്ന നിലവാരത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സഹായം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു മടിയും കാണിക്കരുത് എന്ന് എനിക്ക് വിനീതമായി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കഴിയാവുന്നത്ര സഹായങ്ങൾ ഈ സന്ദർഭത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മഹത്തായ കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിൽ നിന്ന് മാറി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഷെറിയ ഫണ്ട്. അതിനെപ്പറ്റി നിരവധി സംശയങ്ങൾ പിന്നീട് ആളുകൾക്ക് വരികയുണ്ടായി. അതിനെക്കുറിച്ച് കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഒരു സുപ്രധാനമായ കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. ഇത് UTI നിഫ്റ്റി 500 ശരിയ ഇൻഡെക്സ് ഫണ്ട് എന്ന പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ 3 എത്തിക്കൽ ഫണ്ട്, അത് ശരിയ ഫണ്ടിന് ഇന്ത്യയിൽ ആദ്യം ഒക്കെ പേര് നൽകിയിരുന്നത് എത്തിക്കൽ ഫണ്ട് എന്നാണ്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, മറ്റൊരു ഫണ്ട് കൂടെ അടുത്ത കാലത്ത് 2024 ഡിസംബറിൽ തുടങ്ങിയിരുന്നു. അതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ 4ാമത്തെ ഫണ്ട് തുടങ്ങിയിട്ടുള്ളതാണ് നിഫ്റ്റി 500 ശരിയ ഇൻഡെക്സ് ഫണ്ട്. അത് UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു പ്രധാന കാര്യമുള്ളത്, ഒന്ന് നിഫ്റ്റി അടിസ്ഥാനത്തിലാണ്. ആ നിഫ്റ്റി 500ൽ വരുന്ന ശരിയ കംപ്ലയൻസ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമാണ് ഇതിൽ നിക്ഷേപം നടത്തുന്നത്. അതേസമയത്ത് അവർ പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് നിഫ്റ്റിയുടെ വർധനവിനനുസരിച്ച് ഇതിന് വളർച്ച ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇതിൽ NFO 18-ാം തീയതി ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് സാധാരണഗതിയിൽ എല്ലാ ദിവസവും ആപ്ലിക്കേഷൻ കൊടുക്കാം, എല്ലാ ദിവസവും അതുപോലെ റെഡീം ചെയ്യാനും അവസരമുണ്ട്. അപ്പോൾ ഇത് സാധാരണ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പോലെ തന്നെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, രണ്ടിനും സൗകര്യമുണ്ട്. അപ്പോൾ മറ്റൊരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ശരിയ ഫണ്ടിൽ മാത്രമേ നിക്ഷേപിക്കുള്ളൂ എന്ന് നിർബന്ധമായിട്ട് കണക്കാക്കുന്ന താല്പര്യമുള്ള ആളുകളുണ്ട്. അവർക്ക് ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. 3ാമത്തെ ഫണ്ടിൻ്റെ പേര് ക്വാണ്ടം ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നാണ്. അത് 2024 ഡിസംബറിലാണ് ക്ലോസ് ചെയ്തത്. അത് ഇപ്പോൾ പുതിയ ഫണ്ടാണ്. അത് ചെറിയൊരു ഗ്രോത്താണ് ഉണ്ടായിട്ടുണ്ട്. എത്രയും 2% മറ്റോ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് കുറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ചെറിയൊരു ഇടിവ് സംഭവിക്കും. അപ്പോൾ നമുക്ക് 4 ഫണ്ടിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ ഫണ്ടുകളിൽ നിക്ഷേപിക്കണമെങ്കിൽ വല്ല എല്ലാം തന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ 1000 രൂപ മാത്രം മതി നിക്ഷേപത്തിന് എന്നുള്ള ഒരു ഇത്, അത് വലിയൊരു ഇന്ത്യയിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളം നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 500 ദരങ്കിലും മാറ്റി വെക്കുന്നവരാണ് നിക്ഷേപം നടത്തുക. എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 രൂപ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 1000 ഉറുപ്പിക വെച്ച് തുടങ്ങാൻ സാധിക്കും. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സാധാരണ ഒരു 500 ദർഹമെങ്കിലും മാറ്റി വച്ച് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറാണ് പതിവ്. 1000 ചെയ്യാമെങ്കിൽ പോലും. അപ്പോൾ മറ്റുള്ള ഫണ്ടുകൾ എല്ലാവരുടെയും ഒരു റീകാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഒരു വ്യക്തി 10,000 ഉറുപ്പിക വെച്ച് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ആ 12 ലക്ഷം ഒരു സാധാരണഗതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ആ 10,000 വെച്ച് ചെയ്ത 12 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് 27 ലക്ഷം ഉറുപ്പികയായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേ ഫണ്ട് 20 വർഷം ചെയ്ത് കഴിഞ്ഞാൽ 24 ലക്ഷമാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ഒരു 1.5 കോടിയായിട്ടുള്ളത് കാണാൻ സാധിക്കും.
അതേ സമയത്ത് 30 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ 36 ലക്ഷം റുപ്യ ചെയ്തിട്ടുണ്ടാവും. അത് 7 കോടിയായിട്ടുള്ളത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുമ്പോഴെല്ലാം ഒരു ഗ്യാരൻറ്റിയും ഞങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ ആർക്കും നൽകാറില്ല. കാരണം അത് പറയുന്നത് തെറ്റാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെ എപ്പോഴും നമ്മൾ പ്രത്യേകം പറയാറുള്ളതാണ്, മുൻകാലങ്ങളിലുള്ള പ്രവർത്തന റിസൾട്ട് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻഡിക്കേഷൻ അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മാർക്കറ്റിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ച് മാർക്കറ്റിൻ്റെ NAV ഉയരുകയും താഴുകയും ചെയ്യും. പക്ഷേ SIP എന്നുള്ളത് ഏറ്റവും വലിയ നിക്ഷേപ രീതിയാണ്. ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് തലവും വളരെയധികം കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് മാർക്കറ്റ് 1000 പോയിൻ്റ് കുറഞ്ഞ ദിവസമാണ്. അതിനനുസരിച്ച് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലെയും NAV നാളെ നമുക്ക് വളരെ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നാളെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻകാലങ്ങളിൽ നിക്ഷേപം നടത്തുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടിയിരുന്നോ അതിനേക്കാൾ കൂടുതൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നാളെ ഉണ്ടായിരിക്കും ഈ മാർക്കറ്റ് കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പല അവസരങ്ങളും നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ഏവറേജ് പ്രൈസ് വളരെ കുറയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പണം തിരിച്ചെടുക്കുമ്പോൾ റെഡീം ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാർക്കറ്റ് ഉയർന്ന സമയത്താണ് നമ്മൾ തിരിച്ചെടുക്കാറ് പതിവ്. അപ്പോൾ നല്ലൊരു ലാഭം ഉണ്ടാവാൻ അതുവഴി സഹായകമായി തീരും എന്നുള്ളത് ഒരു SIP എന്ന സംഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാം, ഒരു പക്ഷേ ഇതിൻ്റെ റിസ്ക് ലെവൽ അല്പം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഇക്വിറ്റി ഫോക്കസ് ചെയ്യുന്ന ഇക്വിറ്റി ആയിട്ട് ചെയ്യുന്ന ഏത് ഫണ്ടും റിസ്ക് കൂടുതലാണ്. കാരണം മാർക്കറ്റിലെ കയറ്റവും ഇറക്കവും ഉണ്ടാകുമ്പോൾ അതിൽ റിസ്ക് ഉണ്ടാകും. അത് എല്ലാ ഫണ്ടുകളും റിസ്ക് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണിക്കാറുണ്ട്, എത്ര വരെ ഇതിന് റിസ്ക് ഉണ്ടെന്ന്. അത് നിക്ഷേപം നടത്തുന്ന ആളുകൾ അതെല്ലാം പരിശോധിക്കാറ് പതിവാണ്. അതിനനുസരിച്ചാണ് അവർ നിക്ഷേപം നടത്താറ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ CMAയുടെ അനൗൺസ്മെൻറ്റ്. ഇതിൽ പല സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്യുക, നിങ്ങൾ $1000 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ $10,000 ഓഹരികൾ അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് പറയുന്നത്. അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പർ മാത്രം തന്നാൽ മതി, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണമെടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യാജ സ്ഥാപനങ്ങളെ മനസ്സിലാക്കി ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. അതിനു പുറമെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 10 മടങ്ങ് ലോൺ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏറ്റവും അപകടമാണ്. മാത്രമല്ല നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത് മറ്റൊരു അപകടമാണ്. കാരണം എത്രയോ കേസുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം, ഇതിന് ലോയറെ കണ്ടാൽ പറ്റുമോ? പക്ഷേ ലോയറെ കണ്ടാലെല്ലാം തന്നെ വീണ്ടും കുറേ പണം ആ നിലയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്ത കമ്പനികളല്ല. UAEയിലുള്ള CMAയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബാങ്ക് ഗ്യാരൻറ്റി ഉണ്ട്, അവരുടെ ക്യാപിറ്റലുണ്ട്. അതെല്ലാം ഉള്ളതുകൊണ്ട് നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ നാട്ടിലല്ല, ഏതെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഏതെങ്കിലും ഐലൻഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണെങ്കിൽ പോയത് തന്നെ ഒരു തരത്തിലും കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് അതിലെനിക്കുള്ള ഒരു സംശയം കൂടി, ഈ പറഞ്ഞതുപോലെ തന്നെ വ്യാജ വാഗ്ദാനങ്ങൾ നിരവധി വരുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം.
അതുകൊണ്ട് തന്നെ ആ വ്യാജ പരസ്യങ്ങളിൽ പലരും വീണു പോകാറുമുണ്ട്. എങ്ങനെയാണ് ഒരു കമ്പനി CMAയിൽ രജിസ്റ്റേർഡ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? സൈറ്റിൽ പോയാൽ മതി, സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ecrime.ae എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട് പോലീസിൻ്റെ, ദുബായ് പോലീസിൻ്റെ. അതിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. അതിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വളരെ പവർഫുള്ളായിട്ടുള്ള സൈബർ സെല്ല് UAE-യിലുണ്ട്. അതൊക്കെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വളരെ പവർഫുള്ളാണ് ഇവിടുത്തെ പോലീസ് സിസ്റ്റം. അതുകൊണ്ട് അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചതിക്കുഴിയിൽ പോയി ചാടുകയല്ല വേണ്ടത്. നിങ്ങളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ ലൈസൻസിൻ്റെ ഒരു കോപ്പി അയച്ചു തരാൻ പറഞ്ഞാൽ, CMAയുടെ ലൈസൻസിൻ്റെ കോപ്പി അയച്ചു തരാൻ പറഞ്ഞാൽ പിന്നെ അവർ ടെലിഫോൺ ചെയ്യില്ല. അതോടുകൂടി ടെലിഫോൺ ക്ലോസ് ചെയ്യും. അതാണ് സാധാരണ സംഭവിക്കാറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അത് ധൈര്യത്തോട് കൊടുക്കാൻ അനുയോജ്യമായ സ്ഥാപനമാണോ എന്ന് അറിയേണ്ട ഉത്തരവാദിത്തം ഓരോ നിക്ഷേപനും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് ആരും തന്നെ ഈ ചതിക്കുഴിയിൽ പെടരുത്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്യാഗ്രഹം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മണ്ണും ഇങ്ങനെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എത്രയോ കാലം മുമ്പ് 60കളിൽ തന്നെ സാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഇതാണ് അന്നൊക്കെ ഏറ്റവും വലിയ ക്രൈമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നീട് തേക്ക്, ആട്, മാഞ്ചിയം എന്നുള്ള പേരിൽ, പിന്നെ ബിറ്റ് കോയിൻ മറ്റുള്ള പേര് പറഞ്ഞിട്ട് അങ്ങനെ പലതും വന്നിരുന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നഷ്ടപ്പെട്ടു എന്നുള്ള കഥകൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പുതുതായിട്ട് ആരെങ്കിലും ഇങ്ങനെ വാഗ്ദാനങ്ങളായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കയ്യിൽ പണം കൊണ്ടുപോയി നൽകാൻ ഒരു മടിയില്ലാത്തൊരു സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലയാളികൾ തന്നെയാണ്. ഇതിൽ വളരെ അപൂർവം ഇങ്ങനെയുള്ള ചെയ്ത ആളുകളെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. കാരണം എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ രേഖകൾ ഓട് കൂടിയിട്ടാണ് കംപ്ലൈൻറ്റ് പോലീസിൽ കൊടുക്കാറുള്ളത്. അങ്ങനെ ഇത്രയും കോടിക്കണക്കിന് പണം ഇവർ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം രേഖകളുണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ അപൂർവമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്വർണത്തിൻ്റെ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഹീറ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ശരിക്ക് അവർ ജയിലിലാണ്, ശിക്ഷിക്കപ്പെട്ടോ എന്നിതുവരെ അറിയില്ല. ജയിലിൽ റിമാൻഡിലായിരുന്നു. രണ്ടാമത് ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. ആ നോർത്ത് ഇന്ത്യൻ 5000 കോടി കൂടുതലാണ് അവർ ജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചത്. അവർക്കും ശിക്ഷ കിട്ടിയിരുന്നു. അതിൽ കൂടുതൽ കേട്ടതായിട്ട് ഇന്ന് വരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അതിനൊപ്പം ചേർക്കാനായിട്ട്, ഈ പറഞ്ഞതുപോലെ വിപണി മാറുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് US-ൻ്റെ നയങ്ങൾ, താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിപണിയിൽ വലിയ ചാഞ്ചാട്ടം നടക്കുന്നു. ഇനി വരുന്ന ഒരാഴ്ച ഒരുപക്ഷെ വിപണിയിലെ കാര്യങ്ങൾ എങ്ങനെയാകും? അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ അൺപ്രെഡിക്റ്റബിളാണ്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റ് എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇന്ത്യ ഈസ് എ സ്റ്റേബിൾ എക്കോണമി കമ്പയർ ടു ഓൾ അതർ എക്കോണമി നൗ. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ KV ശംസുദ്ദീൻ. യുവമണി വീണ്ടും അടുത്ത ആഴ്ച ഉണ്ടാകും. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 0506467801 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതല്ല ബർജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ, ദുബായ്, അബുദാബി, ഷാർജ അടക്കമുള്ള ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.